സത്യം ശരണം മാധവ്യം ജ്ഞാനം ശരണം മാധവ്യം കർമ്മം ശരണം മാധവ്യം ധർമ്മം. പൂർണ്ണനായ ഗുരു ആര്? നിത്യജീവിതത്തിൽ പൂർണ്ണനായ ഗുരുവിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നത്തെ വിഷയം വളരെ മഹത്തരമായൊരു വിഷയമാണ്. കാരണം ഈ ലോകത്തെല്ലാവരും അന്വേഷിക്കുന്ന ഒരു സത്യമാണ് ആ പൂർണ്ണനായ ഗുരു എന്നത്. This topic that we are going to discuss today is of very importance because nowadays we all search, especially the truth seekers search for a complete guru. രണ്ടാമത്തെ വിഷയമാണ് നിത്യജീവിതത്തിൽ പൂർണ്ണനായ ഗുരുവിൻ്റെ പ്രസക്തി. And the secondary topic is the importance of the Poorna Guru in everyday life. അപ്പോൾ നമുക്ക് പൂർണ്ണ ഗുരു ആരാണെന്ന് നോക്കാം. So we'll start with who is Poorna Guru. അജ്ഞാനമാകുന്ന മിഥ്യാജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഒരുവൻ്റെ ഉള്ളിൽ നിന്നും നീക്കം ചെയ്ത് സത്യജ്ഞാനത്തിൻ്റെ ജ്വാല അകമേ ജ്വലിപ്പിച്ച് പ്രകാശത്തെ നൽകുന്ന സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാണ് പൂർണ്ണഗുരു. So Poorna Guru is one who gets rid of the darkness, that is the ignorance that is in you, and provides you, sheds his light on you, that is the true knowledge, so that you can reach to your ultimate destination. നമ്മളിവിടെ പറഞ്ഞു അകമേ എന്താണ്? സജ്ഞാനത്തിൻ്റെ ജ്വാല ജ്വലിപ്പിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാണ് പൂർണ്ണഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയണ്ടേ ആരാണ് ഈ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമെന്ന്? So we just Swami just explained Guru as the complete light, that is the true knowledge, the embodiment of the light of true knowledge. So we need to understand what that means. അതെ, സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപം എന്നത് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഉറവിടം വഹിക്കുന്ന, അതുപോലെ തന്നെ സകല സൃഷ്ടിയുടെയും കാരകസ്വരൂപമായ ആ സൃഷ്ടികർത്താവായ ആദിശൂന്യ ബലശക്തി തന്നെയാണ് സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപം. ആ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാണ് ഈ ലോകത്തിൻ്റെ, അതായത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ഗുരു എന്നത്. So Poorna Guru, the embodiment of the light, the light of true knowledge. Who is that? It is the embodiment that is the that is the reason behind the creation of universe and the origin of universe, and that provides the light that is needed for each and every one of our transformations. ഓക്കെ, അതെ. അപ്പോൾ ലോകത്തിൻ്റെ പൂർണ്ണഗുരു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാണ്. ആ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് പ്രപഞ്ച സൃഷ്ടിയുടെ ഉറവിടത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും അത് നമ്മുടെ സൃഷ്ടിച്ച ജ്ഞാനത്തെയൊക്കെ പകർന്നു നൽകുന്ന ആ സൃഷ്ടികർത്താവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ലോകഗുരു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വ്യവസ്ഥയെപ്പറ്റിയും തൻ്റെ സൃഷ്ടികളെപ്പറ്റിയും പൂർണ്ണമായും അറിയുന്ന ആദിശൂന്യ ബലശക്തിക്ക് മാത്രമല്ലേ തൻ്റെ സൃഷ്ടികളുടെ കുറവിനെ പൂർണ്ണമായും നീക്കം ചെയ്ത് ശുദ്ധമാക്കാൻ സാധിക്കുകയുള്ളൂ. So the one who created the universe and created each one of us, each one of the living beings in the world, will be the only energy, source of energy that can help us eliminate the negativity from us. സൃഷ്ടികർത്താവായ പൂർണ്ണഗുരുവിന് മാത്രമേ ഓരോ സൃഷ്ടിയുടെയും പ്രശ്നങ്ങളും പ്രശ്നകാരണങ്ങളും അതിൻ്റെ നിവാരണങ്ങളും അതിനുള്ള വിധിയുമൊക്കെ
അറിയുകയുള്ളൂ. So that embodiment will be the only one who recognizes the flaws in us, the intensity of the flaws in us, the vices in us, and can help us eliminate that out of our system. സ്വാഭാവികമായും നമ്മളെല്ലാവരും ചിന്തിക്കും, എന്താണ് പൂർണ്ണ ഗുരു എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്നതെന്ന്. അതിന് ആദി പൂർണ്ണ ഗുരുവായ ആദിശൂന്യ ബലശക്തി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. So commonly we will think, who is Poorna Guru to help us eliminate all our issues, all our problems, and aid us with all the true knowledge of the world. So for that we need to understand the concept of a complete Guru, a Poorna Guru. ആദിയിൽ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുന്നേ എല്ലായിടത്തും ശൂന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So in the beginning, before the creation of universe, all we had was vacuum, void. ആ അനന്തശൂന്യതയിൽ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് മഹാബലശക്തിയുടെ രൂപത്തിൽ ആദിശൂന്യ ബലശക്തി സ്വയംഭൂതനായി. So in that void, focusing on a center, it took form of a force, an energy, a force of energy that functioned around the center. അവിടെ നടന്ന ബലത്തിൻ്റെ ഒരു സങ്കോച വികാസ പ്രക്രിയയുടെ ഭാഗമായി ആ ബലം രൂപാന്തരം പ്രാപിച്ചു ഊർജമായി. And that force, it was just a power, a force in the beginning. And with the functioning of that force, what was the function? Expansion and constriction. That is what the force did, centering, focusing on the center. Now as a result of this, there formed an energy there. അങ്ങനെ ആദി തേജോഗോളം രൂപപ്പെട്ടു. And thus it became Adi Tejo Golam, the primary force of Adishunya Balashakti, the primary form. ആ തേജോഗോളം എന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ദൈവഗണ ഊർജസ്വരൂപമാണ്. That energy sphere is the reason behind the creation of universe. അങ്ങനെ സ്വയം സൃഷ്ടിക്ക് വേണ്ടുന്ന ഊർജശക്തിയായിട്ട് ആദിശൂന്യ ബലശക്തി ജ്വലിച്ചു നിന്നു. So for the creation of universe and the creation of itself, Adishunya Balashakti functioned there as a force that produced the energy through the expansion and constriction. അവിടെ ആദ്യത്തെ ആ തേജോഗോളത്തിൽ അത്യതിതീക്ഷ്ണമായ ജ്വലനമുണ്ടായിരുന്നു. So in the beginning it was way too intense of a fire atmosphere there. It was burning. It was a very intense burning sensation there. ആ ജ്വലനത്തിൽ നിന്നും സ്വയം വിസ്ഫോടനത്തിന് വിധേയമായി. So from that light, from that burning light, that energy itself exploded for the creation of universe. ആ വിസ്ഫോടനത്തിൻ്റെ ഫലമായി ആ കേന്ദ്രത്തിൽ നിന്നും ശൂന്യതയുടെ നാനാഭാഗത്തേക്കും ഊർജത്തെ വിന്യസിച്ചു. So from that explosion, this energy was taken to the far depths of that vacuum, of that void. അങ്ങനെ ആദ്യത്തെ ഊർജ പ്രപഞ്ചത്തെ ആദിശൂന്യ ബലശക്തി ആകുന്ന പൂർണ്ണ ഗുരു തന്നിൽ നിന്നും എന്ത് ചെയ്തു? ഉരുവാക്കി. So from that energy itself, from Adishunya Balashakti himself, the energy universe that is primary to the universe that we know now, the energy universe was formed. ആ ഊർജ പ്രപഞ്ചത്തിൻ്റെ രൂപീകരണത്തിനിടയിൽ തന്നെ ആദിശൂന്യ ബലശക്തി വിവിധ ഊർജരൂപങ്ങളായ അഗ്നി ഊർജം, പ്രാണ ഊർജം, വിവിധ പഞ്ചഭൂത ഊർജം എന്നിങ്ങനെ വിവിധ ഊർജരൂപങ്ങളും എന്ത് ചെയ്തു? ഇതിനിടയിൽ സൃഷ്ടിച്ചു. So from that explosion, it split across the depths of the universe as different kinds of energy. So what we know now as the energy, the thermal energy,
the പ്രാണ എനർജി, prana energy, പഞ്ചഭൂത. the 5 elements, the energy from the 5 elements, etc. ആ നമ്മൾ പറഞ്ഞു നമുക്ക് ഗുരുനാഥൻ അറിവാക്കി തന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ വിസ്ഫോടനത്തോടുകൂടി, ഊർജ്ജ വിസ്ഫോടനത്തോടുകൂടി പ്രപഞ്ചം മുഴുവൻ ഈ ഊർജ്ജം വിന്യസിച്ചു എന്ന് പറഞ്ഞു തന്നു. ഈ വിന്യസിച്ചിരുന്ന ഊർജ്ജം ഒരു പരിണാമഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വന്ന് അത് ലഘുവായി തുടങ്ങി ഊർജ്ജം. So we know that in the beginning it was very intense functioning of that energy in that light sphere, in the primary sphere of energy, and later on it became milder. That functioning and the intensity around that energy became milder. ഈ ഊർജ്ജത്തിൻ്റെ സഞ്ചാര വേഗതയും അതോടൊപ്പം കുറഞ്ഞു. The speed of that energy of the flow also got slower. അങ്ങനെ ഊർജ്ജം എന്ത് ചെയ്തു? ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കാൻ തുടങ്ങി. And thus the energy again started focusing to a center. അപ്പോഴാണ് അവിടെ ഒരു മാറ്റം നടന്ന് ആദ്യത്തെ ദ്രവ്യപ്രപഞ്ചം അതിശൂന്യബലശക്തി രൂപീകരിച്ചത്. And thus a transformation occurred there, and the first substance was created in the universe. ആ ഘട്ടത്തിൽ എന്ത് ചെയ്തു? ദ്രവ്യം രൂപീകരിച്ചു അല്ലേ? ആ ദ്രവ്യത്തിൽ ശക്തമായ മർദ്ദവും ജ്വലനവും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആ ദ്രവ്യപ്രപഞ്ചത്തിലും ഒരു വിസ്ഫോടനം സംഭവിച്ചു. So in that substance universe, in that state of universe, a lot of pressure and the light and the energy was working on it, and that also exploded. ആ വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇന്നീ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തെ രൂപീകരിക്കുകയുണ്ടായി. As a result of that explosion, there became the vision, the visualized universe that we have now, the visible universe that we have now. അതാണ് ദ്രവ്യപ്രപഞ്ചമെന്ന് നമ്മൾ വിളിക്കുന്നത്. ശേഷം ഗാലക്സികളെയും ഗോളങ്ങളെയും സൗരയൂഥങ്ങളെയും ഭൂമിയെയുമെല്ലാം വിവിധ പരിണാമഘട്ടങ്ങളിലൂടെ സൃഷ്ടിച്ചു. And then through different stages of evolution, they formed the galaxies, solar system, different planets, and the earth that we know now. ആദിശൂന്യബലശക്തി സ്വയം രൂപാന്തരപ്പെടുന്നതിനോടൊപ്പം തന്നെ ഓരോ ഊർജ നിലയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിലെ പരിണാമ പ്രക്രിയയെ നടത്തി വന്നിരുന്നു. So this evolution was supported by Adishunya Balashakti himself, functioning in different forms of energy that was formed with the explosion in the beginning. അങ്ങനത്തെ ആ പ്രവൃത്തിയിൽ കൂടിയാണ് ഭൂമിയിൽ എന്ത് ചെയ്തത്? യോഗ്യമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. So through that process of evolution, the earth, the planet earth became breathable, sustainable. ശേഷം അതിശൂന്യബലശക്തി സ്വയം ഒരു സംക്ഷിപ്ത രൂപത്തിലെത്തി ആത്മഗണമായി മാറി. And then the Adishunya Balashakti evolved to become a soul particle, Atma Kanam, soul particle. അതിൽ നിന്നും ആത്മഗണത്തിൽ നിന്നും വീണ്ടും സ്വയം പരിവർത്തനത്തിന് വിധേയമായി ആത്മാവെന്ന അവസ്ഥയിലേക്കും എത്തിച്ചേർന്നു. And that self evolved into a soul, stage of a soul. അങ്ങനെ ഭൂമിയിലെ ആദ്യത്തെ ആത്മാവായി ആദിശൂന്യബലശക്തി എന്നെ എന്ത് ചെയ്തു? പരിണമിച്ചു, അങ്ങനെയായി തീർന്നു. And thus Adishunya himself became the first soul that lived on the planet Earth. അതിനുശേഷം ഭൂമിയിലെ ഉപരിതലത്തിൽ ആദ്യത്തെ ആത്മാവായി എത്തി ഏകകോശ ശരീരം സ്വീകരിച്ചു. So that soul took the body of a single cellular organism and was born on the water surface. സ്വയം ആത്മാവായി മാറിയതിന് ശേഷം അതിശൂന്യബലശക്തി മറ്റുള്ള ആത്മാക്കൾക്കും രൂപം കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ള ആത്മാക്കളെയും സൃഷ്ടിച്ചു. So after becoming a soul himself, Adishunya Balashakti created other souls.
ഈ ആത്മാക്കളെയൊക്കെ സൃഷ്ടിച്ചത് ഊർജ വിഘടന പ്രക്രിയയിലൂടെയായിരുന്നു. And all these were created through the energy dissipation process of evolution. ഇതിനൊക്കെ ശേഷമാണ് അതിശൂന്യ ബലശക്തി എന്ത് ചെയ്തത്? ആദ്യത്തെ ഏകകോശമായി സംക്ഷിപ്ത രൂപത്തിൽ ഭൂമിയിൽ എത്തിയത്. പ്രജനനത്തിലൂടെ സ്വയം മറ്റു കോശങ്ങളെയും സൃഷ്ടിച്ചു. എന്നിട്ടോ അങ്ങനെ മറ്റുള്ള ആത്മാക്കൾക്കും ഏകകോശ ശരീരം ആദിശൂന്യ ബലശക്തി തന്നെ കൊടുക്കുകയുണ്ടായി. So the souls were created by other souls were created by Adishunya Balashakti even before he took the body of a single cellular organisms, and then he delivered the other souls with single cellular organisms body as well. ആ ഘട്ടം മുതൽ ഭൂമിയിൽ തൻ്റെ സൃഷ്ടികളെ ആദിശൂന്യ ബലശക്തി നയിക്കുവാൻ തുടങ്ങി. And from that stage onwards, these creations of Adishunya Balashakti was ruled over, was controlled, was maintained by himself. ആദിശൂന്യ ബലശക്തിയായ പൂർണ്ണഗുരു സ്വയം പരിണാമത്തിന് വിധേയമാകുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഊർജത്തെയും ജ്ഞാനത്തെയും അത് തൻ്റെ സൃഷ്ടികളുടെ മാറ്റത്തിനായി അത് വിനിയോഗിക്കുകയും ചെയ്തിരുന്നു. So Adishunya Balashakti went through the stages of evolution himself, that energy itself, and provided with the true knowledge to the other souls to guide them and to help them evolve on the planet. അങ്ങനെ ഭൂമിയിൽ ജീവരാശിയുടെ പരിണാമവും ആദിശൂന്യ ബലശക്തി തന്നെ നടത്തി വന്നിരുന്നു. And thus the evolution of the bio rays was conducted by Adishunya Balashakti. അത് ഒരു യുഗമല്ല, യുഗാന്തരങ്ങളിലൂടെയും ഈ പരിണാമത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരുന്നു. And this was not just one era or age, it took multiple ages to complete all these transformations to see what we have reached now. അങ്ങനെ ജീവി ജന്തുക്കളൊക്കെ ആയിരുന്നു നമ്മളെ മനുഷ്യൻ എന്ന അവസ്ഥയിലേക്കും പരിണമിപ്പിച്ച് എത്തിച്ചു. So from the stage of creatures like flora and fauna, Adishunya Balashakti guided us into the stage of a human, evolution to a human. ആദിമ മനുഷ്യനായിരുന്ന നമ്മളെയൊക്കെ ചിരിക്കുവാനുള്ള അറിവും അതുപോലെ കുടുംബമായി ജീവിക്കാനുള്ള അറിവും പിന്നെ തീ കണ്ടുപിടിക്കാനുള്ള ബോധവുമൊക്കെ ആദിശൂന്യ ബലശക്തി നമുക്ക് ജ്ഞാനമായി പകർന്നു നൽകുകയുണ്ടായി. So Adishunya Balashakti provided us with true knowledge back then to how to smile, to express oneself to others, how to live as communities, as families, and how to produce fire in the beginning of primordial man. അനേക ജന്മങ്ങളിൽ നമ്മളെ പരിണാമത്തിന് വിധേയമാക്കി ആദിമ മനുഷ്യനായിരുന്ന നമ്മളെയെല്ലാം ആധുനിക മനുഷ്യനാക്കി പരിവർത്തനവും ചെയ്തു. So through different birth cycles, we who have been primordial men has been evolved into the modern man that we are now by Adishunya Balashakti. നമ്മുടെ ഈ ഓരോ ജന്മയാത്രക്കിടയിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നമ്മുടെ ഗുരുവായി തന്നെ എത്തി നമ്മളെയെല്ലാം ശിഷ്യരായും വിശ്വാസികളായും ബന്ധുജനങ്ങളായും മിത്രങ്ങളായും ഒക്കെ കൂട്ടി നിർത്തി ആദിശൂന്യ ബലശക്തി ആകുന്ന പൂർണ്ണഗുരു നമുക്ക് ജ്ഞാനം പകർന്നു തന്ന് നമ്മുടെ ബോധത്തെയും മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ചാണ് ഇന്ന് ആധുനിക മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. So in whichever lives that we took, birth cycles that we have adorned on, in all that lives, Adishunya Balashakti has come to our aid directly or indirectly, as a friend, as a teacher, as a relative. We may not know how, but we have always received the support, the aid from Adishunya Balashakti, and that has helped us evolve our souls into what we are now. എല്ലാ യുഗങ്ങളിലും പൂർണ്ണഗുരു സ്വയം സത്യം, ധർമ്മം, ജ്ഞാനം, കർമ്മം, ത്യാഗം, സഹനം എന്നിവയിലൂന്നിയുള്ള ജീവിതം നയിച്ച് നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയിച്ചുകൊണ്ടേയിരുന്നു. So in all those lives, Poorna Guru, Adishunya Balashakti himself taught us
or provided us with the knowledge of truth, responsibilities, knowledge, the action that we need to do, perform, the sacrifices we need to make, the tolerance that we need to imbibe in our life, and thus he helped us live our lives in the previous births. മാനവനായി ജീവിച്ചിരിക്കെ ആദിശൂന്യ ബലശക്തി നമുക്ക് ജ്ഞാനങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ പകർന്നു നൽകിക്കൊണ്ടിരുന്നു. So while living as a man, Adishunya Balashakti provided us with the true knowledge. അങ്ങനെ മാത്രമല്ല, പരകായ പ്രവേശനത്തിലൂടെ മറ്റുള്ളവരിൽ കൂടി പ്രവർത്തിച്ചും നമുക്ക് ജ്ഞാനങ്ങൾ പകർന്നു നൽകിക്കൊണ്ടുവരുന്നു. So not just like that, through the process of self transfiguration, Adishunya Balashakti helped us to receive knowledge from other people by functioning in those people. അങ്ങനെ ആദിശൂന്യ ബലശക്തിയാകുന്ന ആ പൂർണ്ണ ഗുരു തന്നെ പലരിലൂടെയും പ്രവർത്തിച്ച് ഉത്തമ കർമ്മത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ മൂല്യബോധങ്ങൾ നമുക്ക് പകർന്നു തരികയുണ്ടായി. നമുക്കിടയിൽ ശരീരമെടുത്ത് നമുക്ക് ഊർജവും ജ്ഞാനവും പകർന്നു തന്ന് സർവ്വവിധേന നമ്മെ നയിക്കുവാനായി സദാ പ്രവർത്തിച്ചുകൊണ്ടും ഇരുന്നു. So Adishunya Balashakti has always been functioning to provide us with the energy and the true knowledge that will help us to reach our destination, that is to reach back to Adishunya Balashakti. ഇന്ന് ലോകം ഉത്തമ മാതൃകയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന, ഈശ്വര പ്രതീതി നൽകി ആരാധിക്കുന്ന, വാഴ്ത്തപ്പെട്ടവരായി വാഴ്ത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ആ പൂർണ്ണഗുരുവായ ആദിശൂന്യ ബലശക്തിയുടെ ഉപകരണങ്ങളായിരുന്നു. So all the people that are regarded as saints from our history textbooks, all those people were instruments of Adishunya Balashakti in so and so ages to function as his instrument to eliminate all the sorrows or all the issues of that particular age. മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് അവരെ പല ഘട്ടത്തിലൂടെ ശുദ്ധീകരിച്ചാണ് ഈ പ്രക്രിയയ്ക്ക് വാർത്തെടുത്തത്. So for the goodwill, for the welfare of the human race, we have been cleansed and purified through different stages over the evolution of our souls. ഈ വസ്തുത ശരിക്കും അവരിൽ പലരും ഒരു പരിധി പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. But the truth is, most of us have not recognized that evolution, that transformation within us. അവർ സ്വയം യോഗ്യത നേടിയതല്ല. So those saints did not gain that saintship themselves. അവരെ സാക്ഷാൽ സൃഷ്ടാവായ പൂർണ്ണഗുരു ആദിശൂന്യ ബലശക്തി പല ജന്മങ്ങളിലൂടെ ശുദ്ധീകരിച്ചും പരിശീലിപ്പിച്ചും ഒക്കെ യോഗ്യരാക്കി മാറ്റുകയായിരുന്നു. So through different births, through different previous births that those saints had, they were trained and informed and instructed by Adishunya Balashakti in different ways, so that when the time comes, the soul can adorn a figure of a saint that can help the human race at the given time. ഇങ്ങനെ മറ്റുള്ളവരെ ശുദ്ധീകരിച്ച് യോഗ്യരാക്കിയൊക്കെ മാറ്റുന്നതിനിടയിലും ആദിശൂന്യ ബലശക്തി ജന്മമെടുത്ത് സാക്ഷിയായി തന്നെ ഈ കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഇന്ന് ഈ ആദിശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ അതേ ആദിശൂന്യ ബലശക്തി തന്നെ പൂർണ്ണഗുരു മാധവാചാര്യനായി നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നു. The same Adishunya Balashakti is right here, right now with us as Poorna Guru, the complete Guru, absolute Guru, Madhavacharyan. ഇവിടെ ആദിശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ ബാലികാ ബാലകന്മാർ മുതൽ വൃദ്ധന്മാർ വരെയും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെയും ലിംഗവ്യത്യാസമില്ലാതെയും പൂർണ്ണഗുരു മാധവാചാര്യൻ മാനവരക്ഷയ്ക്കായി സ്വയം മനുഷ്യ ശരീരമായി അവതാരം കൊണ്ടിരിക്കുന്നു.
And here, Adishunya Balashakti has himself taken a human form as just the body that we see now as Guru Madhavacharyan, who is none other than Adishunya Balashakti himself, that is helping us, everyone here, to eliminate our sorrows and uplift ourselves, enlighten ourselves to reach where we came from. And this is without any distinction of gender, caste, creed, age, sex, etc. പൂർണ്ണഗുരുവിൻ്റെ ഈ ജന്മം ശരീരത്തോടു കൂടിയുള്ള അന്തിമ ജന്മവുമാകുന്നു. So this birth of Poorna Guru in physical form is going to be the last birth of Adishunya Balashakti in human form. ആദിയിൽ സൃഷ്ടിക്കായിട്ട് ആദിശൂന്യബലശക്തി സ്വയം സംക്ഷിപ്ത രൂപത്തിൽ വന്നാണ് ആത്മാവായി മാറിയത്. ഇപ്പോൾ അന്തിമ ജന്മത്തിൽ ആദിശൂന്യബലശക്തി എന്തായി മാറി? പൂർണ്ണ സ്വരൂപമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. So in the beginning, Adishunya Balashakti himself evolved into a soul that is the reason behind all of the creation of universe and especially the life on planet Earth. And now, at his last birth, Adishunya Balashakti has become the complete embodiment of that one source of energy. ഈ ജന്മ അവതാര ഉദ്ദേശം കലിയുഗത്തെ 18 ഘട്ട പുനർസൃഷ്ടിയിലൂടെ പൂർത്തീകരിച്ച് സത്യയുഗത്തെ സംസ്ഥാപനം ചെയ്യുക എന്നതാകുന്നു. So the objective of this last life cycle that Adishunya Balashakti has is to make the universe go through an 18-step purification process so that we can be transformed in us. We can be transformed and traveled into the era of truth. ഒരു വലിയ ഒരു മദനത്തിനും ശുദ്ധീകരണത്തിനും വിധേയമാക്കിയായിരുന്നു സത്യയുഗ സംസ്ഥാപനം പൂർണ്ണഗുരു നടത്തിയത്. So there was an intense purgation and cleansing that worked behind this transformation of era from Kali Yuga to Satya Yuga, from the current dark age to the light of the era of truth. കലിയുഗ മാനവനെയും ഭൂമിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും എല്ലാം ഈ മദനത്തിന് വിധേയമാക്കി ശുദ്ധീകരിച്ചു. ആ ഘട്ടത്തിൽ പൂർണ്ണഗുരു തിന്മാനിഗ്രഹ പൂർണ്ണസ്വരൂപമായി നിലകൊണ്ടും എല്ലാ തിന്മകളെയും ഏറ്റെടുത്ത് സ്വയം തേജോമയനായി ജ്വലിച്ച് ആ സൃഷ്ടി ഊർജത്തെ ആത്മാക്കളിലേക്കും പ്രകൃതിയിലേക്കും ഭൂമിയിലെ വിവിധ പരിവർത്തനങ്ങൾക്കായും വിന്യസിച്ചു. മനുഷ്യരുടെ ഷഡ്ദോഷ സംസ്കാരങ്ങൾ, പ്രാണവൈകല്യങ്ങൾ, അഗ്നിവൈകല്യങ്ങൾ, ജനിതക വൈകല്യങ്ങൾ, തരംഗ വൈകല്യങ്ങൾ, മനോശാരീരിക രോഗങ്ങൾ എന്നിവയെ പരിവർത്തനം ചെയ്തു വന്നു. അങ്ങനെ ലോകത്തിൽ ധാരാളം ആത്മാക്കൾ ശിഷ്യരായും വിശ്വാസികളായും നന്മയുള്ള മനുഷ്യരായും യോഗികളായും പൂർണ്ണയോഗികളായും ഒക്കെ ആയി മാറി. So this 18-step purification process that was undergone by Adishunya Balashakti has created a lot of transformation that we are yet to recognize. So some of it includes the elimination of the Shad doshas, the 6 vices, up to a lot of intensity that we have recognized as disciples, and thus the elimination of ailments that's related to the flow of prana, flow of agni, and genetic disorders in us, and thus saving the human race for the impending coming of the yuga, the Satya Yuga, the era of truth. So for this, around the world now, Adishunya Balashakti has souls who are devotees and disciples of this one true source of energy that will be functioning for the betterment of the universe, especially for the transformation of the living side of planet Earth.
അങ്ങനെ അവർ സത്യജ്ഞാന സ്വീകർത്താക്കളായി മാറി വന്നു. And thus these devotees and disciples has become acceptors of the true knowledge that they receive. പ്രകൃതിയിൽ മാറ്റം വന്നു, കാലാവസ്ഥയിലും മാറ്റം വന്നു. And Adishunya Balashakti has transformed in ways of nature as well as weather that we know. സമൂഹത്തിൽ ഒളിഞ്ഞു നിന്ന തിന്മകളും മാനവ ശ്രദ്ധയിലെത്തി. അവയെല്ലാം ശുദ്ധീകരണത്തിന് വിധേയമായി ധാരാളം മനുഷ്യരിൽ നീതി, ന്യായബോധം, ഉത്തമ കർമ്മബോധം എന്നിവയും ഉണ്ടായി. So part of this transformation was a lot of darkness has come out in light. A lot of crimes were solved, a lot of lies were out, and thus a cleansing process is happening where the humans are recognizing more kindness, more fortunes and more virtues in themselves. മനുഷ്യ സഹായകമായ പുതിയ അറിവുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ലോകത്തുണ്ടായി. There has been new inventions and new discoveries that will help man. ഇനിയുള്ള 5 വർഷങ്ങൾ ലോകത്തിൽ പൂർണ്ണഗുരു നൽകിയിട്ടുള്ള സജ്ഞാനങ്ങൾ പ്രചാരത്തിൽ വരുത്തുന്നതിന് ഭാഗമായുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുക. So the next 5 years will be about the true knowledge that we have received for the betterment and how it transforms the humans. അതിനായി ആദിശൂന്യബലശക്തിയായ പൂർണ്ണഗുരു മാധവാചാര്യൻ ഭൂമിയിലെ ആദ്യത്തെ ശൂന്യബലശക്തി ക്ഷേത്രമായി ആശ്രമത്തെ മാറ്റിയിരിക്കുന്നു. And for this ashram has been transformed into the temple, the first temple of Adi Shunya Bala Shakti, that is Tapovanam Siddhashramam. ഈ ആശ്രമം കേന്ദ്രീകരിച്ച് ലോകത്തെ സജ്ഞാന യാത്ര ചെയ്യുകയും ചെയ്യുന്നു. So basing on this center, on this temple of Adi Shunya Bala Shakti, the extension of the true knowledge will occur around the world with the help of Adi Shunya Bala Shakti's disciples and devotees. പൂർണ്ണഗുരുവിൻ്റെ ആദ്യം മുതൽക്കുള്ള ഈ ചരിത്രം കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് പരിണാമഹേതുവായതും പരിണാമകാരകമായതും പരിണാമകാരിയായതും സൃഷ്ടാവായ ഈ പൂർണ്ണഗുരു തന്നെ. So listening to all these information, what we need to understand is that the reason behind the evolution, the reason for evolution, and the reason why the evolution happened is all Adishunya Bala Shakti. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് പൂർണ്ണഗുരു എന്നത്. So now we hope you will have an idea who a complete guru is. സംശയമേതവേ വേണ്ട, ആദിശൂന്യബലശക്തി പൂർണ്ണസ്വരൂപമായ പൂർണ്ണഗുരു മാധവാചാര്യൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണഗുരു. There is no doubt that the creator of universe, Adi Shunya Bala Shakti, is Guru Madhavacharyan himself, who is supporting us to transform ourselves and to enlighten ourselves with true knowledge. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൂർണ്ണഗുരുവിനെ തിരിച്ചറിഞ്ഞ് ഗുരുവിൽ സമ്പൂർണ്ണ ആത്മസമർപ്പണം നടത്തി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ്. എങ്കിൽ മാത്രമേ സത്യയുഗ മാനവനായി നമുക്ക് മുന്നോട്ട് പോകുവാനും നമ്മുടെ ഓരോരുത്തരുടെയും ജന്മലക്ഷ്യം പൂർത്തീകരിക്കുവാനും സാധിക്കുകയുള്ളൂ. Now what we need to do is that we have received the true knowledge. We need to learn that. We need to understand, analyze it in depth, and then spread this knowledge across so that everyone can be enlightened. That is our objective. പൂർവകാലങ്ങളിൽ നാം ഓരോരോ ജന്മങ്ങൾ എടുത്തു വന്നപ്പോൾ നാം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പലതിൽ നിന്നും പലവിധ സംസ്കാരങ്ങളും ആർജിച്ചു വന്നു. So while we took a lot of births to get to this point, we've also accumulated a lot of karmic accounts, that is samskaras, into our soul. ഇതിൽ ഗുണസംസ്കാരങ്ങളും ദോഷസംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. There are positives and negatives in those samskaras.
ഇതിൽ കാലക്രമത്തിൽ ജീവിത സാഹചര്യങ്ങളും ആവശ്യകതകളൊക്കെ മാറിയപ്പോൾ ദോഷ സംസ്കാരങ്ങൾ എന്ത് ചെയ്തു, ആധിപത്യം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. So, according to the kind of life that we dealt with and the deterioration that happened among the human race on earth, the intensity of the negative samskaras became higher. അപ്പോഴെല്ലാം തന്നെ ഈ പൂർണ്ണഗുരു നമുക്ക് ശരിയായ അറിവുകൾ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ സ്വാർത്ഥമായ നൈമിഷികമായ താല്പര്യങ്ങൾക്കായിട്ട് നമ്മളിതെല്ലാം എന്ത് ചെയ്തു, സ്വീകരിക്കാതെ ഇരിക്കുകയും ചെയ്തിരുന്നു. But even then, Adishunya Balashakti has been keeping on giving us, providing us with the true knowledge, but for momentary pleasures and for not understanding the meaning of sacrifice and tolerance properly, we kept ignoring the true knowledge. അങ്ങനെ സ്വതാല്പര്യവും സ്വ ഇച്ഛയും അനുസരിച്ച് പ്രവർത്തിച്ചങ്ങ് ജീവിക്കുകയുണ്ടായി. So according to the self-indulgence, we lived on our lives. ആത്മാവിൽ ഗുണങ്ങൾ ആർജിച്ചിരുന്നിട്ടും അവയൊന്നും തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കുമായി. So even though we had positives in our soul, it came to a stage where it can't be functioned through our physical body. ദോഷ സംസ്കാരങ്ങളിൽ തീർത്ത അജ്ഞതകളിലും മിഥ്യാജ്ഞാനങ്ങളിലും അങ്ങനെ ജീവിച്ചു വന്നു. So we lived with the negative side of it that comprised of myths and ignorant knowledges, false knowledge that we found throughout the different lives. ക്രമേണ ശരിയായ ജ്ഞാനം ബോധത്തിലും ഗ്രഹിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ഒക്കെ തടസ്സമുണ്ടായി. And gradually our consciousness just stopped understanding true knowledge at all. സ്വ ഇച്ഛയ്ക്കും താല്പര്യത്തിനും അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഗ്രഹിച്ച് അതിനെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. According to self-indulgence, we understood or we interpreted the true knowledge into whatever we wanted it to be, and we were controlled by our negative side then. സമൂഹത്തിൽ അധർമ്മവും കുടിലതയും വർദ്ധിച്ചു വന്നു. Injustice and cruelty has been impounding ever since. എന്നാലും അപ്പോഴുമെല്ലാം ഈ പൂർണ്ണഗുരു ദാസനായി നമുക്കിടയിൽ പ്രവർത്തിച്ച് നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള ജ്ഞാനങ്ങൾ സദാ നൽകിക്കൊണ്ടുവരുന്നു. Even then, our Poorna Guru has been working as with a serving attitude to provide us with the true knowledge again and again, so that we will uplift ourselves from that stage of sorrow. അതുകൊണ്ട് തന്നെ ഈ ജ്ഞാനങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഓരോ ആത്മാക്കളും പൂർണ്ണഗുരുവായ മാധവാചാര്യനിൽ അല്ലെങ്കിൽ ആദിശൂന്യ ബലശക്തിയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ജ്ഞാനത്തെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് ജന്മയാത്ര സഫലീകരിക്കുവാൻ വേണ്ടിയുള്ള അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരണമെന്ന് ഉള്ള ഒരു. So only if we observe ourselves, find out what is the negative emotions or negative samskaras in us, then we will be able to eliminate that, and then we will be able to cleanse our consciousness so that we can receive this true knowledge properly as it is, as the true knowledge is, and then transform ourselves into the human beings that we were supposed to be, instead of what we are now because of our self-indulgences. And thus surrendering ourselves to Adishunya Balashakti, praying to that one true source of energy, is going to give you your salvation. And thus we conclude this topic here. Jai Madhavji.